ബീൻസ്, പയറ്, പച്ചമുളകും ഒക്കെ. അതൊന്നും ബില്ലിട്ടാ. ആ ടീച്ചർക്ക് എന്താ വേണ്ടേ പറഞ്ഞേ? കുറച്ച് ഉരുളക്കിഴങ്ങും കുറച്ച് സവാളയും കുറച്ച് മല്ലിയിലയും കൂടി എടുത്തോട്ടോ. മല്ലിയിലക്കൊക്കെ ഇപ്പൊ നല്ല വില ടീച്ചറെ. കുറച്ച് മതി പൗലോസേ. അല്ല ചേട്ടൻ കൊറേ നേരമായാലും നിക്കണു. എന്താ വേണ്ടേ? എന്താ വേണ്ടേ? കോവയ്ക്ക, കേബേജാ. ഒന്ന് വേഗം പറ, തിരക്കണം, എനിക്ക് നേരല്ല. കോളിഫ്ലവർ അതാണ് പറഞ്ഞ പോരെ. 1 കിലോ ഉണ്ട്. 50 രൂപ. തിരക്കായത് കൊണ്ടാ. ഗുഡ് മോർണിംഗ്. ഇത് കണ്ടോ ഡോക്ടർ? എന്താ കോഴിമുട്ട മേടിക്കാൻ അമ്മ പറഞ്ഞതാ. കോളിഫ്ലവറാ കിട്ടിയ. കൊള്ളാം. ഇതിനാ അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്യണം ഡോക്ടർ. അച്ചാറിട്ട് തന്നാൽ മതിയോ? എന്താ ഡോക്ടർ? ഞാനൊന്നിങ്ങനെ കുളിക്കാനുള്ളതെന്ന് നോക്കിയായിരുന്നു. ഇപ്പോൾ കുളിയാണോ പ്രധാനം ഡോക്ടർ? അല്ലല്ല, കുളി തീരെ പ്രധാനമല്ല. വരൂ. ഭംഗിയുള്ളൊരു വീട്ടിൽ തിരമാലകളെ നോക്കി ഒരു കടപ്പുറത്താണ് ശ്രുതി ഇപ്പോൾ ഇരിക്കുന്നത്, അല്ലേ? അല്ല. പിന്നെ എവിടെയാ? ആ പച്ചക്കറി കടയുടെ മുമ്പിൽ തന്നെയാ. അതെങ്കിൽ അതെ. എന്താണ് കാണുന്നത്? കോഴിമുട്ട. കോഴിമുട്ടയിൽ ആട്ടും കാട്ടം. കണ്ണുറക്കടൂ. അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല ഡോക്ടർ. ഓക്കെ. ആ കാണുന്ന ബിന്ദുവിലേക്ക് സൂക്ഷിച്ചു നോക്കൂ. ഏത് ബിന്ദു? കുന്തം. ആ കൈ കൊണ്ട് നീട്ടു. കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ലേ? കുറച്ച്. ഇപ്പോൾ ഒരു സമാധാനമൊക്കെ തോന്നുന്നില്ലേ? കഴുത്ത് വേനിക്കുന്നുണ്ട്. പറഞ്ഞ എക്സസൈസൊക്കെ റെഗുലറായി ചെയ്യുന്നില്ലേ? ABCD ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. ABCDEFGHIJ. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഏത് ആൽഫബറ്റിലാണ് വിൽക്കിയത്? ജെ. ഇപ്രാവശ്യം കെ അല്ലേ? ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇനി ഇതൊന്ന് വായിച്ചു നോക്കൂ. ഇതോ? വായിക്കൂ. ഭർത്താവില്ലാത്ത രാത്രി. നല്ല രാത്രിയാണ്. വായിച്ചു. എ ആണ്. ഞാൻ വായിച്ചതാ. യേതുകൃഷ്ണന്റെ കൈവിരലുകൾ ദ്രുതഗതിയിൽ ചലിക്കാൻ തുടങ്ങി. ഒടുവിൽ നൈറ്റ് ഡ്രസ്സിന്റെ സിബ് താഴോട്ട് വലിച്ചതും അതിനിടയിലൂടെ ഹുക്കില്ലാത്ത വെരി ഗുഡ്. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഡോക്ടർ. പരിചയമുള്ളവരോട് സംസാരിക്കുമ്പോൾ വിക്ക് വലിയ കുഴപ്പമില്ല. അത് പിന്നെ അങ്ങനെയല്ലേ, പരിചയമുള്ളവരാകുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവില്ലല്ലോ. പക്ഷെ പാട്ട് പാടുമ്പോൾ വിക്കില്ലേ? എന്നാ പാട്ട് പാടുന്ന പോലെ സംസാരിച്ചാൽ പോരെ? അതെങ്ങനെയാ? സിമ്പിൾ അല്ലേ. തനിക്കിന്ന് കടയിൽ പോയി മുട്ട വാങ്ങാനായിരുന്നില്ലേ പ്രശ്നം? ഇപ്പോൾ ഒരു കടയിൽ പോയി മുട്ടയും മറ്റു സാധനവും വാങ്ങുന്നത് എങ്ങനെയാണെന്ന് പാട്ടിൽ കൂടി പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ. 10 കോഴി മുട്ട തരും, 1/2 കിലോ സബോളയും 5 കിലോ അരിയും പൊതിഞ്ഞെടുക്കൂ. സോ സിമ്പിൾ. കണ്ടില്ലേ? ഇനി കൂടുതൽ വിക്ക് വരുമ്പോൾ ഇതുപോലെ സംസാരിച്ചാൽ മതി. നാളെ മുതൽ മസിൽ റിലാക്സേഷന് വേണ്ടി ഞാനൊരു ടങ് എക്സസൈസ് പറഞ്ഞു തരാം. ശ്രദ്ധിക്കൂ. ഓക്കെ. ഇത് ഒരു ദിവസം എത്ര പ്രാവശ്യം ചെയ്യണം ഡോക്ടർ? നമ്മൾ എത്ര പ്രാവശ്യം കൂടുതൽ ചെയ്യുന്നു അത്രയും മസിൽസ് റിലാക്സ്ഡ് ആയിരിക്കും. ഓക്കെ. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. വെരി ഗുഡ്. സുധി നന്നായി പാടുന്നു. നെക്സ്റ്റ് ടൈം ഒരു ബഷീർ ക സോങ് പാടണം. അയ്യോ, ഇതിനെ പാട്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല. വി ഷുഡ് ആക്ച്വലി develop this community. Chennai SSG is doing very well and members are showing great progress. ഈ വിക്കൊന്ന് മാറിയിട്ട് വേണം കൊടൈക്കനാലിലേക്ക് ഒരു ടൂർ പോവാൻ. അതെന്താ അലക്സ്, വിക്കുള്ളവരെ കൊടൈക്കനാലിലോട്ട് കേട്ടില്ലേ? Wrong thinking, Alex. Tammering ഒരു ക്യൂറും. You should learn to live with that. ഇങ്ങനെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ പറയല്ലേ സാറേ. ഡോക്ടറിനുള്ള ഇഷ്യൂ ഒക്കെ ഞാൻ അറിഞ്ഞു. ആക്ച്വലി എന്താ പ്രോബ്ലം? ഞാൻ എൻ്റെ പേരക്കുട്ടിയോട് മിണ്ടുന്നത് അവക്ക് ഇഷ്ടല്ല.
എന്റെ വിക്ക് കുഞ്ഞിന് പകരുന്ന അവള് പേടി. ഏയ് നെവർ. എനിക്ക് എന്റെ കുഞ്ഞുമോളെ കാണുമ്പോ മിണ്ടാതിരിക്കാൻ പറ്റിയോ ത്യാഗ സാറേ? സുധിയുടെ സ്കൂളിലാ അവള് പഠിക്കണത്. ഒക്കെ ശരിയാവുക്ക. എന്തൊക്കെയാ നിങ്ങൾ നാളെ മുതൽക്ക് തുടങ്ങാൻ പോണ പുതുതായിട്ട്? വണ്ടർഫുൾ. ഇക്ക മെഡിറ്റേഷൻ കുറച്ച് നാളായി മുടക്കി കിടക്കുക, അത് തുടങ്ങാം. വെരി ഗുഡ്. സുധി വാട്ടർ തെറപ്പി നാളെ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇവൻ എന്തൊക്കെയാ കാണിക്കുന്നത്? ഇന്ത്യ ഈസ് മൈ കൺട്രി. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ആദ്യം മലയാളം പറഞ്ഞ് പഠിക്കടാ. മലയാളം ടഫാ, ഇംഗ്ലീഷ് തരായ പിന്നെ എളുപ്പാ. ആ മതി കണ്ട ശുദ്ധി വരുത്തിയത്. നീ ഇങ്ങോട്ട് കയറിക്കേ. മര്യാദയ്ക്ക് ഇന്ന് ലീവ് എടുത്ത് എൻ്റെ കൂടെ വന്നോ. ആ ജയിലിൽ വരാൻ പറ്റില്ല, അതാണ്. എനിക്കിന്ന് വരാൻ പറ്റില്ലടാ, സ്കൂളിൽ നിന്ന് ലീവ് എടുക്കാൻ പറ്റാത്തോണ്ടാ. മോന്തെങ്കിലും തട്ടുന്നുണ്ടല്ലോ. നിന്റെ 100 കാര്യത്തിന് ഞാൻ കൂടെ വരണം, എന്നിട്ട് എനിക്ക് പെണ്ണ് കാണാൻ കൂടെ വരാൻ പറഞ്ഞപ്പോൾ ജാട. ചാടല്ലടാ, നീ ധൈര്യമായിട്ട് ചെന്ന് ഒക്കെ റെഡിയാവും. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം ഏകവർണം ശുഭാംഗം ഇന്ന് വിക്കരുത്. വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം ശാന്താകാരം ഭുജഗശയനം. ഫോൺ അടിക്കുന്നു, ആരാണാവോ? ദേ നിന്നു. എടാ നിനക്ക് ആ ഫോണൊന്നും എടുത്തൂടെ? എന്നിട്ട് വേണം ഇന്നത്തെ ദിവസം പോവാൻ. കമലനയനം യോഗിഭൃത്യാനഗമ്യം. എന്താ മേമേന്നും പറഞ്ഞേ? പഞ്ചസാര ഭക്ഷണത്തിൽ നിന്ന് കുറച്ചാലോ എന്ന് ഞാൻ ആലോചിക്കാം. ഡയബറ്റീസിന്റെ തുടക്കം ഉണ്ടോ എന്നൊരു സംശയം. നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. കൊച്ചു പിള്ളേർക്കാ ഡയബറ്റീസ്. വെറുതെ ഒരു രോഗം വിളിച്ചു വരുത്താ. രാമ 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 ശ്രീരാമചന്ദ്ര. പ്ലേറ്റ് എടുത്തോളൂ. അച്ഛന് കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളം ആയില്ല. അതൊന്നും സാരമില്ലടാ. ആര് പറഞ്ഞു? കഴിഞ്ഞ റിപ്പോർട്ടിൽ LDL കൗണ്ട് 180 വന്നു നിന്ന്. നാളെ രാവിലെ നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യാം. എനിക്ക് ഷുഗർ ഒന്നും നോക്കാമല്ലോ. അമ്മ പിന്നെ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് സമാധാനമെങ്കിലും ഉണ്ട്. കുറച്ച് മതി. കേൾക്കണ്ടോ? ടെസ്റ്റ് ചെയ്യണമെന്ന്. ഇതെന്ത് കഴിപ്പാത്? എന്താടാ ഇത്? നീ 1.5 ഇഡ്ഡലിയാ കഴിച്ചേക്കണേ. ദോശയായിരുന്നു വെച്ചാൽ ഞാൻ 3 എണ്ണം കഴിച്ചാണ്. 30 എണ്ണം കഴിച്ചേനെ. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഫോൺ മുകളിൽ ചുമ. ഞാൻ എടുത്തിട്ട് വരാടാ. എന്നിട്ട് വേണം കാലിന്റെ പാദം കൂടെ. അവനിപ്പോ പണ്ടത്തേല് നല്ല മാറ്റം ഉണ്ടല്ലേ? ആ കിള്ളിക്കുരിശിമംഗലത്ത് പോയി അവരുടെ നാക്കിൽ ഇനി ഒന്നുകൂടി എഴുതിക്കണം. ഞാൻ ഇന്നലെ നേർന്നതാ. തുടങ്ങി. നിങ്ങളുടെ ഈ നേർച്ചയും വഴിപാടും ഒന്ന് നിർത്തുവോ? കഴിഞ്ഞ മാസം ഗുരുവായൂർ അമ്പലത്തിൽ പോയി 12,000 രൂപയ്ക്കല്ലേ വഴിപാട്? അതിനിപ്പോ എന്താ കുഴപ്പം? എനിക്ക് പെൻഷൻ കിട്ടിയ കാശല്ലേ. അതിന് അടുത്ത തവണ പോകുമ്പോ ഇനി വെണ്ണോണ്ട് ഒരു തുലാഭാരം കൂടെ കഴിക്കും. വെണ്ണ കൊണ്ട് മാത്രം ആക്കണ്ട, 1 കിലോ സ്വർണം കൂടെ വാങ്ങി അതിലിട്ടോളൂ. ആയിക്കോട്ടെ, ഞാനിത് സ്വസ്ഥായിട്ടൊന്ന് കഴിച്ചോട്ടെ.